ഹലോ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിമിനറി റിസൾട്ട് വന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സുകളിലൂടെ OA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 5 സംശയങ്ങൾക്ക് മറുപടി പറയുകയും അതുപോലെ OAയുടെ മെയിൻ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയുമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇന്നലെ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിമിനറി റിസൾട്ട് വന്നത് മുതൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വരുന്ന സ്ഥിരമായിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത 5 സംശയങ്ങൾ, ആ സംശയങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ തന്നെ ഉപയോഗപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ സംശയം നിങ്ങൾക്ക് ഈ കമന്റിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. സാർ, സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ടോ? ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ക്രാഷ് കോഴ്സ് സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി ഉണ്ടോ എന്നുള്ളതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയം. അതിനാണ് ഞാൻ ആദ്യം മറുപടി നൽകുന്നത്. സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ ഒരു ക്രാഷ് കോഴ്സ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ നൽകുന്നുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ടീം ലക്ഷ്യ കേരള എന്ന പേരിൽ ഞങ്ങൾക്കൊരു ഓൺലൈൻ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി മെയിൻസ് പരീക്ഷയുടെ അന്നുവരെ ലഭ്യമാവുന്ന ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ നൽകുന്നുണ്ട്. ഇന്നാണ് ആ ബാച്ച് ആരംഭിക്കുന്നത്. സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള 1 മാസത്തെ ക്രാഷ് കോഴ്സാണ്. അതിലൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് OA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട അധ്യായങ്ങളാണ്. സിലബസ് പൂർണ്ണമായിട്ട് ഈ കോഴ്സിനകത്തുണ്ട്. അതിന് പുറമെ സ്റ്റഡി പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്സും ഇംഗ്ലീഷും ഭരണരംഗവും ഉൾപ്പെടെ റാങ്ക് നിർണ്ണയിക്കുന്ന എല്ലാ മേഖലയുടെയും മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. പരീക്ഷാ തീയതി വരെ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് ലഭ്യമാണ്. 1000 രൂപയാണ് ഈ ക്രാഷ് കോഴ്സിന്റെ ഫീ. നമ്മുടെ ആപ്പിന്റെ ലിങ്കും കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപയോഗമുള്ള ഒരു കോഴ്സായിരിക്കും ടീം ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കമന്റിലേക്ക് പോവാം. OAയ്ക്ക് ഇനിയുള്ള 1 മാസം എങ്ങനെയാണ് പഠിക്കേണ്ടത്? 1 മാസം കൊണ്ട് മാത്രം OAയുടെ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞത് മുതൽ ഉദ്യോഗാർത്ഥികൾ മെയിൻസിന്റെ തയ്യാറെടുപ്പിലാണ്. 2024 നടന്ന LD ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആദ്യം സംഘടിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യ മേഖലകളും, അതായത് LDC ചോദ്യ പേപ്പറുകളിൽ ഒരു ചോദ്യം വന്നിരിക്കുന്ന മേഖല ഏതാണ്, അങ്ങനെ 2024 നടന്ന LDC ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ മേഖലകൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചു തീർത്തിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ഉറപ്പുവരുത്തേണ്ടതാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പരമാവധി മോഡൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മാതൃകാ ചോദ്യ പേപ്പറുകൾ എഴുതുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ പരീക്ഷയെ നേരിട്ട് ഉയർന്ന മാർക്ക് നേടാൻ പറ്റൂ. മൂന്നാമതൊരു ഉദ്യോഗാർത്ഥി ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്, സെക്രട്ടേറിയറ്റ് OAയ്ക്ക് ന്യൂ SCRT ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ അധ്യായ വർഷം 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിരുന്നു. ഇനി വരാൻ പോകുന്ന അധ്യയന വർഷം 6, 8, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറും. ആ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. 6, 8, 10. പക്ഷെ കഴിഞ്ഞ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ 5, 7, 9 അത് പഠിക്കണമോ എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ സംശയം. നവംബർ മാസം വേരിയസ് LGSന്റെ എക്സാം നടന്നായിരുന്നു. ആ എക്സാമിൽ പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. നവംബറിൽ നടന്ന LGS പരീക്ഷയ്ക്ക് പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിന്റെ ഒരു മറുവശമുണ്ട്. കഴിഞ്ഞ തവണ LDക്ക് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് വരുന്നതെങ്കിൽ, അതായത് ആ സമയത്ത് തയ്യാറാക്കിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ആണ് ഇത്തവണ OAയ്ക്ക് PSC ഉപയോഗിക്കുന്നതെങ്കിൽ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ പുതിയ പാഠപുസ്തകങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളത് ഒഴിവാക്കി കളയുകയും എന്നാൽ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് ചോദ്യമിടാൻ തീരുമാനിക്കുകയും ചെയ്താൽ നമ്മുടെ പ്രിപ്പറേഷൻ വെള്ളത്തിലാവും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട SCRT ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കേണ്ട അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കാം. അപ്പോൾ ഏറ്റവും ഉചിതം
പുതിയ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിച്ച് പഠിച്ചു പോകുന്നത് തന്നെയായിരിക്കാം. പിന്നെ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ പഠനം ക്രമീകരിക്കാവുന്നതാണ്. നാലാമത് ഉദ്യോഗാർത്ഥി ചോദിച്ചിരിക്കുന്നത് ലക്ഷ്യയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ, LDCക്ക് തന്നിരുന്ന ഫ്രീ ക്ലാസുകൾ ഒരുപാട് പ്രയോജനം ചെയ്തു, OAക്ക് വേണ്ടി കൂടി യൂട്യൂബ് ക്ലാസുകൾ നൽകാമോ? നിങ്ങൾക്കറിയാം, ലക്ഷ്യയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഓൺലൈൻ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഞങ്ങൾ സൗജന്യ ക്ലാസുകൾ LDCക്ക് നൽകിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, OA ഉൾപ്പെടെയുള്ള 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പവർ റിവിഷൻ എന്ന പേരിൽ ഒരുപാട് ലൈവ് ക്ലാസുകൾ നൽകിയിരുന്നു. ആ ക്ലാസുകളുടെ പ്രയോജനം ലഭിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. അത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ OAയുടെ മെയിൻസ് പരീക്ഷയ്ക്ക് ഇനിയുള്ള 1 മാസക്കാലം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും സൗജന്യമായിട്ട് നൽകും. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ട് മുതൽ OAയുടെ സ്പെഷ്യൽ ലൈവ് സെഷൻ ആരംഭിക്കുന്നുണ്ട് 8 മണിക്ക്. ഇന്ന് പുതിയ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള SCRTയുടെ പവർ റിവിഷൻ ആണ്. ആ ക്ലാസ് ഉറപ്പായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ SCRT പാഠപുസ്തകങ്ങളും 2024 നടന്ന LDC ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷനും ഉൾപ്പെടെ ലൈവ് സെഷൻ OAക്ക് വേണ്ടി 8 മണി മുതൽ എല്ലാ ദിവസവും തരാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ ലൈവ് ക്ലാസുകൾ നൽകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആപ്പിലെ ഒരു ഓൺലൈൻ കോഴ്സിന് തുല്യമായിരിക്കില്ല. ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള, മോഡൽ എക്സാംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, SCRT ചാപ്റ്റേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കോഴ്സാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ്. പക്ഷേ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരെ നമ്മൾ പൂർണ്ണമായി മാറ്റി നിർത്തുന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി ക്ലാസുകൾ ഇന്നു മുതൽ നൽകും. ഇന്നത്തെ ക്ലാസ് ഉറപ്പായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം. അവസാനത്തെ ഒരു ഡൗട്ട് ഇതായിരുന്നു, OA പരീക്ഷയ്ക്ക് എന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം? ഇത് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളുടെയും ഡൗട്ട്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. അതിൽ ഒരാളുടെ കമന്റ് മാത്രം നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ മെയിൻസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ PSCയുടെ ഈ അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ എന്നാണോ പരീക്ഷ അതിന് 1 മാസം മുന്നേ ഉള്ള കറണ്ട് അഫയർ വരെ ചോദിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് OA മെയ് മാസം 21-ാം തീയതി നടക്കുന്ന പരീക്ഷയായതുകൊണ്ട് നിങ്ങൾ മിനിമം ഈ 2025 മാർച്ച് അവസാനം വരെയുള്ള കറണ്ട് അഫയർ പഠിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി എവിടെ മുതൽ തുടങ്ങണം എന്ന് ചോദിച്ചാൽ 2024 ജനുവരി മുതൽ 2025 മാർച്ച് അവസാനം വരെയുള്ള കറണ്ട് അഫയർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സംശയങ്ങളെല്ലാം തന്നെ ഒരു ഉദ്യോഗാർത്ഥിയുടെ സംശയമല്ല, ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സംശയമാണ്. പിന്നെ ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള സംശയം എല്ലാവരുടെയും സംശയമാവണമെന്നില്ല. പക്ഷെ അതിന് മറുപടി പറയുക എന്നുള്ളത് കൂടി ഈ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യമായതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. ബാക്കിയുള്ള 4 കമന്റ്സും എല്ലാ ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംശയങ്ങളായിരുന്നു. ഈ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി പഠിക്കുക. ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക. ഞങ്ങൾ എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഉടൻ വരാൻ പോകുന്നുണ്ട്. ആ ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് റെക്കോർഡഡ് ക്ലാസുകൾ സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ കോഴ്സുകളും നൽകി വരുന്നുണ്ട്. ഇതുവരെയും ലക്ഷ്യയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ഡെമോ ക്ലാസുകൾ ലഭിക്കും. ആ ഡെമോ ക്ലാസുകൾ കാണുക. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. ചാടിക്കേറി അഡ്മിഷൻ എടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. യൂട്യൂബിലെ ക്ലാസുകൾ നോക്കുക, ആപ്പിലെ ഡെമോ ക്ലാസുകൾ നോക്കുക. 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രമേ ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. എല്ലാവിധ ആശംസകളും. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ. നന്ദി.